ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല, മാച്ച് ആവില്ല. അപ്പോൾ മാച്ച് ആവണേ, നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണേ മെസ്സേജസ് എടുക്കുക. അതല്ലാണ്ട് ബാക്കി മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ വേണം, പേഴ്സണൽ സെഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അഡ്വാൻസിൽ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ്? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വന്നിരിക്കണ സ്ട്രെങ്ത്. പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ എന്താണ്? പാസ്റ്റ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡ്. കറണ്ട് എനർജി നിങ്ങളുടെ കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഫ്യൂച്ചർ എനർജി കിങ് ഓഫ് പെന്റിക്കിൾസ്. ചാലഞ്ച് നിങ്ങൾക്ക് 8 ഓഫ് കപ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങളുടെ 9 ഓഫ് കപ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. അപ്പോൾ അക്വേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് സ്ട്രെങ്ത് എനർജിയുടെ ലിയോ എനർജി. ഈ മാസം കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. ഇത് പേഷ്യൻസിൻ്റെ എനർജിയാണ്, പേഷ്യൻസ് വെക്കണ എനർജിയാണ്. ചില ചാലഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ചാലഞ്ചസ്? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ മാസം കുറെ ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യം വരും. ഹൈ പ്രീസ്റ്റസ്. അപ്പം നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ആ ധൈര്യം വേണം. അതാണ് യൂണിവേഴ്സ് പറയണേ. ഇവിടെ 4 ഓഫ് വാൻഡ്സ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഞാൻ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു മാരേജിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതല്ല വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ബോൾഡായിട്ട്, ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ചാലഞ്ചിനെ ഫേസ് ചെയ്യാൻ അറിയണം. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ വേൾഡാണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ തന്നെ. ഓക്കെ, ഈ വലിയ ചേഞ്ച് എന്താണ്? എന്തോ ഒരു ഓൾഡ് ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്തു. 10 ഓഫ് സോർഡ്സ്, ഇത് ബിട്രേയലിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ഒരു ചതി ഉണ്ടായ പോലെ, ആരോ നിങ്ങളെ ബിട്രേ ചെയ്ത പോലെ. അപ്പോൾ ഒരു സൈക്കിൾ, ആ സിറ്റുവേഷൻ, ആ റിലേഷൻഷിപ്പ് എൻഡായി, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങി. 7 ഓഫ് പെന്റിക്കിൾസ്. എവിടെയോ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് ഈ സിറ്റുവേഷൻ ശരിയാവും എന്ന്. പക്ഷെ അത് ശരിയായില്ല, അത് എൻഡായി. ഇപ്പൊ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആവാം, ഇല്ലെങ്കിൽ ഒരു അറിയണ പേഴ്സൺ ആവാം. ലവേഴ്സ് എനർജി ഉണ്ട് ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു നല്ല സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്.
ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഇതൊരു ഡെസ്റ്റിൻഡ് റിലേഷൻഷിപ്പ് ആണ്, ഇത് ഡെസ്റ്റിനി കൊണ്ടുവരുത്തണ ഒരു സംഭവമാണ് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഫ്യൂച്ചറിൽ ഞാനൊരു കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് ഉണ്ടാവും നിങ്ങൾക്ക്, 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. സൺ, ഈ ഫ്യൂച്ചറിൽ ഉള്ള പേഴ്സണും കുറെ ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്, അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇവർ നിങ്ങളെ ഓൺലൈൻ മെസ്സേജ് ചെയ്തിട്ടായിരിക്കും, ഇല്ലച്ച ഓൺലൈൻ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇല്ലച്ച ഓൺലൈൻ്റെ ത്രൂ ആയിരിക്കും എന്തോ ഒരു കണക്ഷൻ ബിൽഡ് ആവുക. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മേ ബി ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിനായിരിക്കാം, ഒരു പേഴ്സൺ ഒരു പുതിയ പേഴ്സൺ ആവാം, അതല്ല വെച്ചാൽ 2 ആളും ഒരു പുതിയ എനർജി ഉള്ള ആൾക്കാരാവാം. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ 8 ഓഫ് കപ്സ് ആണ് ചാലഞ്ച്. നിങ്ങളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, പക്ഷെ അതുണ്ടായാലും നിങ്ങൾ കുറെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ കുറെ ഒരു റിജക്ഷൻ പോലെ ഒരു ഫീലിംഗ്, ലോ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഫീലിംഗ്, ഒരു ലോസ് ആയി പോയി എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ്. നിങ്ങൾ കുറെ ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിന് മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കണു. ഓക്കെ, നിങ്ങൾ വേറെ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ അത്ര ഓപ്പൺ ആയിരിക്കില്ല ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്, കുറേ ഒരു ലവിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ അങ്ങനെ കേപ്പബിൾ ആണ് വേറെ പേഴ്സണ് അത്രയും ലവ് കൊടുക്കാനുള്ള ആ എനർജി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷെ ഈ പാസ്റ്റിൻ്റെ ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ അത്ര എഫേർട്ട് ഇടുന്നില്ല, നിങ്ങൾ അത്ര ഒരു എനർജി ഇടുന്നില്ല പുതിയ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഒരു 1 സൈഡഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. യൂണിവേഴ്സ് അത് നിങ്ങളോട് ശരിയാക്കാനാണ് പറയണേ. എന്താ വെച്ചാൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ, അത് വരാൻ പോകുന്നുണ്ട്. അപ്പം അത് വരുമ്പോൾ നിങ്ങൾ അതിൽ എഫേർട്ട് ഇടാത്തതുകൊണ്ട് ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോവും. ഇവിടെ ഞാൻ കാണുന്നത് 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. ആക്ച്വലി ഈ പുതിയ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നു വിഷ് ചെയ്യുന്നുണ്ടായിരുന്നേ, അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നു. 3 ഓഫ് സോൾസ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹേർട്ട് ആയിരിക്കണം എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല, ലൈക്ക് ഒരു ട്രസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോഴും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഔട്ട്കം നിങ്ങളുടെ ഇവിടെ ഏസ് സോഡ്സ്. അപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണ എനർജിയാണ് ഏസ് സോഡ്സ്. ഈ സ്റ്റാഗ്നന്റ് ഫേസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പെർമനന്റ് കാര്യമല്ല. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഏരീസ് എനർജി ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും ഒരു ഗൈഡായിട്ടായിരിക്കും വരുന്നുണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, കുറെ ഡെസ്റ്റിൻഡ് എനർജി കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വരണത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അക്വേറിയസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ്? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അതിൻ്റെ വോയിസ് കേൾക്കുക, അതിനെ ഫോളോ ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി വെക്കുക ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കുക. ഇതാണ് മെസ്സേജസ് വരണേ. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് വെർഗോ എനർജി ഉണ്ട്, ജെമിനി ഉണ്ട്, ലിയോ എനർജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഏരീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.